അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലെ കഴിഞ്ഞ ട്രാവൽ സീരീസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലേക്കായിരുന്നു യാത്ര പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം കറൻ്റ്ലി ഉള്ളത് ഡൽഹിയിലാണ്. നമ്മുടെ പുതിയൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ഫ്ലൈറ്റൊക്കെ കയറി ഡൽഹിയിൽ വന്നു. എയർപോർട്ടിനടുത്ത് മഹിപാൽപൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു ഞാനിപ്പോൾ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 10 ശനിയാഴ്ച രാവിലെ 6:45 ഞാനിപ്പം കറൻ്റ്ലി ഉള്ളത് ഡൽഹിയിലാണ്. നമ്മളിന്ന് ഡൽഹിയിൽ നിന്ന് പോകാൻ പോകുന്നത് കാശ്മീരിലേക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കാശ്മീരിലെ ശ്രീനഗറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം കാശ്മീർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് എല്ലാവരും ചിന്തിക്കാം, ഓക്കെ പഹൽഗാം, എന്താ പറയുക, സോൻമാർഗ് ഒക്കെ കറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ല, നമ്മൾ നമ്മുടെ മറ്റൊരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം കറൻ്റ്ലി കാശ്മീരിലേക്ക് പോകുന്നത്. അപ്പം എൻ്റെ ചാനലിൽ ഒരുപാട് ട്രക്കിംഗ് വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏകദേശം ഒരു 7ഓളം ഹിമാലയൻ ട്രക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും ഉത്തരാഖണ്ഡ്, ഹിമാചൽ, നേപ്പാളിലൊക്കെയാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആക്ച്വലി കാശ്മീരിലൊരു ട്രക്കിങ്ങിന് പോകുന്നത്. കാശ്മീരിലൊരു ട്രക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മനസ്സിൽ ആദ്യമായിട്ട് എത്തുന്നൊരു വാക്കായിരിക്കും കാശ്മീർ ഗ്രേറ്റ് ലേക്സ് ട്രക്ക്. അതെ, നമ്മളപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ, ഈ ഒരു ട്രാവൽ സീരീസിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കാശ്മീരിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രക്കിംഗ് ആയിട്ടുള്ള കാശ്മീർ ഗ്രേറ്റ് ലേക്സ് ട്രക്കാണ്. അപ്പോൾ ഈ ട്രക്കിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ഇൻഫർമേഷൻസ് പറയാം. ഏകദേശം 7 ദിവസവും 6 നൈറ്റും നീണ്ടു നിൽക്കുന്ന ഏകദേശം 72 മുതൽ 80 കിലോമീറ്ററോളം വരെ ഡിസ്റ്റൻസ് ഉള്ള ടോപ്പ് പോയിന്റ് ആയിട്ടുള്ള 4200 മീറ്ററോളം ഉയരത്തിൽ പോകുന്ന ഗഡ്സർ പാസ്, അത് കൂടാതെ കാശ്മീരിലെ തന്നെ ഏറ്റവും മനോഹരമായ 7-8ഓളം ആൽഫൈൻ ലേക്കുകൾ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് ഈ ഒരു കാശ്മീർ ഗ്രേറ്റ് ലേക്സ് ട്രക്ക് എന്ന് പറയുന്നത്. പിന്നെയുള്ള കുറച്ച് എപ്പിസോഡ് ഈ ഒരു കാശ്മീർ ഗ്രേറ്റ് ലേക്സ് ട്രക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ ട്രക്കിയാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രക്കിംഗ് കമ്പനിയുടെ കൂടെയാണ് പോകുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ സോളോ ആണ്. പിന്നൊരു 10-12 പേര് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ട്രക്കിംഗ് കമ്പനിയുടെ കൂടെ തന്നെയാണ് ഈ ഒരു ട്രക്കിങ് നമ്മൾ പോകുന്നത്. 14,500 രൂപയാണ് നമുക്ക് ഈ ഒരു പാക്കേജിനകത്ത് വരുന്നത്, ശ്രീനഗർ ടു ശ്രീനഗർ. അപ്പോൾ അതിൽ ഈ ഒരു 6 ദിവസത്തെ അക്കോമഡേഷനും ഫുഡും ഗൈഡിൻ്റെ ചാർജും പിന്നീട് പോർട്ടർ ഫീ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. പെർമിറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കിക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിൽ നിൽക്കുകയാണ്. ഇവിടെ നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നു. എയർപോർട്ടിലേക്ക് പോയിട്ട് നമുക്ക് 9:45 ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ്. അതിനുശേഷം കാശ്മീരിലെ അടിപൊളി വാലികളിലെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡൽഹിയിലെ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇതൊരു ചെറിയൊരു ഹോട്ടലായിരുന്നു, മഹിപാൽപൂർ എന്ന് പറയുന്ന ഏരിയയിലുള്ള ചെറിയൊരു ഹോട്ടലാണ്. അപ്പം ഇതാണ് നമ്മുടെ ട്രക്കിംഗ് ബാഗ്. ഇത് നമ്മൾ പോർട്ടേഴ്സിനൊക്കെ കൊടുത്ത് വിടത്തേ ഉള്ളൂ. ഇത് നമ്മുടെ നോർമൽ ഡേ പാക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യട്ടെ, നേരെ എയർപോർട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് പതുക്കെ നടന്നിട്ട് ഡൽഹി എയ്റോസിറ്റി മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മഹിപാൽപൂർ എന്ന് പറയുന്നൊരു സ്ഥലം ഡൽഹി എയ്റോസിറ്റി മെട്രോ സ്റ്റേഷൻ അടുത്തുള്ളൊരു സ്ഥലമാണ്. എയ്റോസിറ്റിയിൽ നിന്നും മെട്രോ കയറിയാൽ നെക്സ്റ്റ് സ്റ്റോപ്പ് നമുക്ക് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഈ ഒരു മഹിപാൽപൂർ ഏരിയയിൽ താമസിച്ചത്. അപ്പോൾ നമ്മൾ ഡൽഹി എയ്റോസിറ്റി മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഇനി ട്രെയിൻ കയറി ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. അപ്പോൾ എയ്റോസിറ്റി മെട്രോ സ്റ്റേഷൻ നമ്മളകത്തോട്ട് കയറട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. 20 രൂപയാണ് ആക്ച്വലി എയ്റോസിറ്റിയിൽ നിന്നും ടെർമിനൽ 3ലേക്ക് പോകാനുള്ളത്. ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ. കാരണം ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നേരെ ചെന്നിറങ്ങുന്നത് മെട്രോ സ്റ്റേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആരുമില്ല കേട്ടോ എയ്റോസിറ്റി മെട്രോ സ്റ്റേഷനിൽ. ആകെ 1, 2, 3, 4 ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. ട്രെയിൻ വരാനായിട്ട് 5 മിനിറ്റ് ഉണ്ട് വെയിറ്റിംഗ്. അപ്പോൾ അതേ മെട്രോയിൽ നിന്ന് നമ്മൾ വന്നിട്ട് നേരെ ഇൻ്റർനാഷണൽ ടെർമിനലിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇൻ്റർനാഷണൽ ടെർമിനലിലെ ടെർമിനൽ 3. നമുക്ക് ആക്ച്വലി പോകേണ്ടത് ടെർമിനൽ 2-ലാണ്. അവിടെ നിന്നാണ് 9:40 നമുക്ക് ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് 10 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കണോ അതോ ടെർമിനൽ 2-നകത്ത് കയറിയിട്ട് ഫുഡ് കഴിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. 7:30 7:45 നമുക്ക് ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മളിത് ടെർമിനൽ 2 ഡിപ്പാർച്ചറിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ അകത്തോട്ട് കയറിയിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്തായാലും അകത്തോട്ട് കയറട്ടെ. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. പെട്ടെന്ന് ചെക്കിനും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിജി യാത്ര ഉപയോഗിച്ചാണ് അകത്തേക്ക് ചെക്കിൻ ചെയ്ത് കയറിയത്. അതുകൊണ്ട് തന്നെ ഒരു ഡിലേയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ലഗേജ് കൊടുക്കണം. ലഗേജ് കൊടുത്തിട്ട് ഒന്ന് ഫ്രീ ആവണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നില്ലല്ലോ, ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ കൊടുക്കട്ടെ. 9:40 ശ്രീനഗർ ജമ്മു 6E2356.
അപ്പോൾ കൊടുക്കട്ടെ. രാവിലെ തന്നെ KFC കഴിച്ച് കളയാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഗേറ്റിലേക്ക് പോകേണ്ട കാര്യമുള്ളത് ഇങ്ങനെ നിൽക്കുകയാണ്. ടെർമിനൽ 2. ഇനി നേരെ ഗേറ്റിലോട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 1 മണിക്കൂറുടെ ഉണ്ട്. 26 നമ്പർ ഗേറ്റിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ. 9:40 ഇൻഡിഗോ. അപ്പോൾ അതേ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് എയർപോർട്ടിൽ വെയിറ്റിംഗ്. 6E2356 towards Srinagar. അപ്പോൾ അതേ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോകുക കേട്ടോ. കണ്ടല്ലേ. यात्री अपने स्थान पे ही बैठे रहे और कुर्सी के पेटी बांधे रखे. Passengers are requested to remain seated with your seatbelt fastened, please. Thank you. അങ്ങനെ നമ്മളത് ശ്രീനഗർ എയർപോർട്ടിൽ അപ്പോൾ നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ വന്നിറങ്ങി ലഗേജൊക്കെ കളക്ട് ചെയ്തു പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് ഇവിടെ ഒരു സിം കാർഡ്, ടൂറിസ്റ്റ് സിം കാർഡ് സെൻ്റർ ഉണ്ട്. 500 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 22 ദിവസത്തേക്ക് ഒരു പോസ്റ്റ് പെയ്ഡ് സിം കണക്ഷൻ അവിടെ കിട്ടും. പെർ ഡേ 1 GB വാലിഡിറ്റി ഉള്ള ടോക്ക് ടൈമും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രീപെയ്ഡ് നമ്പറുകളൊന്നും ജമ്മു ആൻഡ് കാശ്മീരിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മൾ നാട്ടിൽ നിന്ന് പ്രീപെയ്ഡ് സിം പോസ്റ്റ് പെയ്ഡ് ആക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു സിം എടുക്കണം കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഞാനങ്ങനെ സിം എടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. റീസ്റ്റാർട്ട് ചെയ്തിട്ട് 4G വന്നിട്ടുണ്ട്, നോക്കട്ടെ. അപ്പോൾ ഇതേ ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് സംഭവം എന്തേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ നിന്ന് സിമ്മൊക്കെ എടുത്തു, സിമ്മൊക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ശ്രീനഗർ ടൗണിലോട്ട് പോകണം. ഏകദേശം ഒരു 12-15 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്ക് ടാക്സി വിളിച്ച് പോകാം. നമ്മുടെ പിക്കപ്പ് പോയിൻ്റ് ആക്ച്വലി അവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിനാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ആക്ച്വലി നമ്മുടെ പാക്കേജിൽ ആദ്യം എയർപോർട്ടിൽ നിന്നായിരുന്നു പിക്കപ്പ്, പക്ഷേ പിന്നെ കുറച്ച് സെക്യൂരിറ്റി റീസണൊക്കെ ഉള്ളതുകൊണ്ട് അവർ TRC സെൻറ്ററിലോട്ട് മാറ്റി, ടൂറിസ്റ്റ് കൺഫർമേഷൻ സെൻറ്റർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലോക്കൽ ബസ് കിട്ടും. ബസ്സിനകത്ത് നമുക്ക് ഈ പറയുന്ന TRC ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ട്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ടൂറിസ്റ്റ് സെൻറ്ററൊക്കെ ഉള്ളത്. അപ്പം ബസ് അവിടെ കിടപ്പുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബസ് നേരെ TRC ബസ് സ്റ്റാൻഡ് വരെ പോകും. അപ്പോൾ നമുക്കിത് 80 റുപ്പീസാണ് ആക്ച്വലി അതിൻ്റെ പൈസ. അപ്പം ശ്രീനഗർ എയർപോർട്ടിൽ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ചീപ്പായിട്ട് ടൗണിലേക്ക് പോകാൻ പറ്റുന്നത് ഈ ഒരു മിനി ബസ്സിനകത്ത് കയറിയാണ്. അപ്പോൾ നമ്മൾ ടാക്സിയൊക്കെ പിടിച്ച് പോവുകയാണെങ്കിൽ ഏകദേശം 800-900 രൂപയൊക്കെ ആകും. അപ്പം ഈ ഒരു ബസ്സിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിൽ കുറേ ആൾക്കാർ ഈ ഒരു കാശ്മീർ ഗേറ്റിലേക്ക് ട്രക്കിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ ബാഗും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ ഇരിക്കുകയാണ്. നമ്മുടെ പിക്കപ്പ് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ടാറ്റാ സുമോ 1-2 ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാരോട് വരാനൊക്കെ ഉണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ പോകുന്ന വഴിയിൽ ഒരു സോനമാർഗിന് 35 കിലോമീറ്റർ മുമ്പ് ഒരു സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇതേ ഫുള്ള് മലനിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ധാബയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കേട്ടോ വന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൂടെ ട്രക്കിങ്ങിനുള്ള ആൾക്കാരാണ് കേട്ടോ. ഇതേ കണ്ടല്ലേ ഇവരൊക്കെ. സെറ്റ്
അങ്ങനെ ഫൈനലി നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഒരു സൈഡിൽ റിവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമുക്ക് രക്ഷയില്ലാത്ത വ്യൂ ആൻഡ് അവർ ക്യാമ്പ് സൈറ്റ്. അതെ, ക്യാമ്പ് സൈറ്റിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടത്. ഇങ്ങനെ കണ്ടില്ല, ഇതാണ് ടെൻറ്റും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് ആക്ച്വലി 3 പേർക്കുള്ള ടെൻറ്റാണ് ഈ സംഭവം, കണ്ടില്ലേ? ഇതിനൊക്കെയുള്ള ടെൻറ്റിലാണ് നമ്മൾ ആക്ച്വലി സ്റ്റേ ചെയ്യുന്നത്. സ്ലീപ്പിംഗ് ബെഡും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തരും. ആൻഡ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നാളത്തേക്ക് വേണ്ടി. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ സോൻമാർഗിലെ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക, ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലെത്തി. ശ്രീനഗറിൽ നിന്ന് നമ്മുടെ പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമ്മൾ ശ്രീനഗറിൽ നിന്ന് സോൻമാർഗിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സോൻമാർഗിലെ ക്യാമ്പ് സൈറ്റാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഓഗസ്റ്റ് 10 ബാച്ചാണേ. ഓഗസ്റ്റ് 10 ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 15-ാം തീയതി ഇൻഡിപെൻഡൻസ് ഡേയുടെ ഹോളിഡേ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഗ്രൂപ്പുണ്ട്. ഇഷ്ടംപോലെ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സീസണിലെ കാശ്മീർ ഗ്രേറ്റ് ലെക്സിൽ ട്രക്കിന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ ഒരു സീസണിലായിരിക്കും. ഈ ഒരു 10 തൊട്ട് 16 വരെയുള്ള ഡേറ്റിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം ആൾക്കാരുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് ടെൻറ്റാണ് കേട്ടോ. ഇവിടെ ഉണ്ട്, ആ ഒരു ഏരിയയിലുണ്ട്, ആ മലയുടെ മുകളിൽ അടിച്ചിട്ടുണ്ട്, അവിടെ ഉണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് ടെൻറ്റാണ് കേട്ടോ. അപ്പോൾ ഈ സോൻമാർഗാണ് ആക്ച്വലി കാശ്മീർ ഗ്രേറ്റ് ലെക്സിൻ്റെ ബേസ് ക്യാമ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത്. നാളെ നമ്മൾ ഈ സോൻമാർഗിൽ നിന്ന് നമ്മുടെ അടുത്ത ക്യാമ്പ് സൈറ്റിലേക്ക് പോകും. അങ്ങനെയാണ് അടുത്ത 6 ദിവസവും നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള ക്യാമ്പ് സൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ ടോയ്ലറ്റിൻ്റെ ടെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോരോ ഗ്രൂപ്പിൻ്റെയാണ്. ഒരുപാട് മലയാളികളൊക്കെ ഞാൻ കണ്ടു ആക്ച്വലി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ടീമിൻ്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ടെൻറ്റ്, കിച്ചൺ, ബാക്കി സംഭവങ്ങൾ, ബ്രീഫിങ് പരിപാടികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം സെറ്റാണ്. അപ്പോൾ ഞാനും ഇവിടെ നിൽക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 7 മണിയാവുന്നു. ഇനിയിപ്പം ജസ്റ്റ് ഒരു ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങും. അത് തന്നെയാണ് പരിപാടി. വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിറകെ വരാം കേട്ടോ. हो गया यार, वो लंच बॉक्स का होता है अंकुश അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെന്താ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ ആഗസ്റ്റ് 11-ാം തീയതി നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ആദ്യത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ സോൻമാർഗിലുള്ള സിറ്റ്കാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പ് സൈറ്റിലായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ആ ക്യാമ്പ് സൈറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഇതേ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇറങ്ങി. ഇന്ന് നമുക്ക് ഏകദേശം ഒരു 12 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഒരു 7-8 മണിക്കൂർ എടുക്കും. നമ്മൾ നമ്മുടെ ആദ്യത്തെ ക്യാമ്പ് സൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, ഇഷ്ടംപോലെ മലയാളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതേ എങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളം പിടിക്കണം. വെള്ളം ആ ഒരു സ്ഥലത്ത് കണ്ട വെള്ളം നമുക്ക് പിടിക്കാനായിട്ട് കിട്ടി, ഇങ്ങനെ കുടിക്കുന്ന വെള്ളങ്ങളും സംഭവമൊക്കെ. അപ്പോൾ ആ വെള്ളവും കൂടെ പിടിച്ചിട്ട് വേണം നമുക്ക് മുകളിലോട്ട് ആക്ച്വലി കയറി പോകാനായിട്ട്. നമ്മുടെ ആൾക്കാരൊക്കെ അതുവഴി നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോയി വെള്ളം പിടിക്കട്ടെ, എന്നിട്ട് നേരെ ഈ ഒരു മല കയറി വേണം പോകാനായിട്ട്. സെറ്റ് നമ്മളിത് ആ ക്യാമ്പ് സൈറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഈ ഒരു മല ഫുള്ള് ഇങ്ങനെ നടന്ന് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ വന്നു. ആൾക്കാരും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കേട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്ക്. അവിടെയൊക്കെ വലിയൊരു ക്യാമ്പ് സൈറ്റിലുണ്ട്. പിന്നെ ആ വഴി വേണം നമുക്ക് നടന്ന് പോകാനായിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വാലിയും കാര്യങ്ങളൊക്കെ നോക്കെ നല്ല രസമുണ്ട്. അവിടെ കുറച്ച് ഗ്ലേഷ്യറും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നമ്മുടെ കൂടെയുള്ളവരാണ് ഈ നടന്നു വരുന്നത്. ബാക്കി കുറേ ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട്. സെറ്റ് ഇവിടെ മൊത്തം ക്യാമ്പ് സൈറ്റുകളാണ് കേട്ടോ. ഇവിടെ അപ്പോൾ ഈ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ ആദ്യത്തെ ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, പെർമിഷൻ എടുക്കാനൊക്കെ ആയിട്ട്. ഒട്ടുക്കത്ത് തിരക്കെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിലെ വാലി നോക്കിയൊക്കെ ഒരു രക്ഷയില്ല.
സൂപ്പർ. അങ്ങ് ദൂരത്തെ നമുക്ക് സിറ്റ്കാട്ടി ടൗണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോൻമാർഗിനടുത്തുള്ളൊരു ടൗണാണ്. അടിപൊളി. അപ്പോൾ അത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കിലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ട്രക്കിങ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് മലയാളികളുണ്ട്. എവിടെ നോക്കിയാലും മലയാളികൾ. അപ്പോൾ ആ പോകുന്ന ആൾക്കാർ നോക്കിയേ, ഒരു 10,500 പേരുണ്ട് ആക്ച്വലി ഇന്ന് സ്റ്റാർട്ടാക്കിയത്. ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ കണ്ടാതേ അങ്ങ് താഴെ നിന്നാണ് നമ്മൾ കയറി വന്നത്. സി, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ആൻഡ് അപ്പോൾ ട്രക്കിങ് എങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആൾക്കാരൊക്കെ ദേ നടന്നു വരുന്നു. കുറേ മലയാളികൾ ദേ ഇവിടെ ഇരിപ്പുണ്ട്. ആ ഏരിയയിലാണ് നമ്മൾ നടന്നു വന്നത്. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറി ഇനി നമുക്ക് ദേ ഇങ്ങനെ കയറി പോകണം കേട്ടോ. ഇടയ്ക്ക് കുറച്ച് നേരം മഴയും കാര്യങ്ങളൊക്കെ ആയി. ഒരു മണിക്കൂറോളം മഴയൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ദേ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വഴി നോക്കിക്കോ, ഫുള്ള് മഴയായി. ആ ഒരു സൈഡിലൊക്കെ ഫുള്ള് കോട കയറി. താഴെ ചെറിയ നദി ഉണ്ടാക്കി. നമ്മൾ അങ്ങോട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്ന വഴിയൊക്കെ ദേ ഇതാണ്. അതേ ആൾക്കാരൊക്കെ പതുക്കെ നടന്നു പോകുന്നു കേട്ടോ. ഷൂ ഒക്കെ നോക്കിയാണ് ഒരു രക്ഷയില്ല. അമ്മാതിരി ചെളിയാണ് റോഡ് മൊത്തം. അപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ട്രക്കിങ് നടന്നു പോകുന്ന കണ്ടോ ആൾക്കാർ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ഏരിയയിലെല്ലാം ആൾക്കാരുണ്ട് കേട്ടോ. ഇതുവഴി ഇങ്ങനെ നടന്ന് അങ്ങനെ കയറി പോകണം ആ മലയുടെ മുകളിലോട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ നദി താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ, കിടപ്പുണ്ട. അവിടെ ഇവിടെ സ്ഥലത്ത് വന്ന് ലഞ്ചൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ മൊത്തം ആൾക്കാരാണ്. ഫുള്ള് നദിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുമ്പിൽ ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതൊരു ലഞ്ച് പോയിന്റ് കണക്കുള്ളൊരു സംഭവമാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. എല്ലാവരും കാശ്മീർ ഗ്രേറ്റ് ട്രക്ക് കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആ അങ്ങ് മലനിരയിൽ നിന്ന് കുറേ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഓ, അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ട്രക്കിങ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 7:30 8 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ്. സമയം ഇപ്പോൾ 3:30 മണിയാവുന്നു. ഓൾമോസ്റ്റ് ക്യാമ്പ് സൈറ്റിലെത്തിയെന്ന് തോന്നുന്നു, അറിയത്തില്ല. ആൾക്കാരൊക്കെ അങ്ങനെ കയറി പോവുകയാണ്. കണ്ട, സൂം ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ആൾക്കാർ കയറി പോവുകയാണ്. ആ വഴി കൂടെയൊക്കെ അങ്ങോട്ടാണ് നമുക്ക് കയറി പോകേണ്ടത്. ആൻഡ് ഇവിടെ ബാക്കിൽ കൂടെ നമ്മുടെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ട്. ആൻഡ് ഒരു സ്ട്രീം ഇതിൽ കൂടെ അങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ. മഴയൊക്കെ എന്തായാലും തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. നല്ല മഴയായിരുന്നു. എന്തായാലും മഴയൊക്കെ തൽക്കാലം ഒന്ന് മാറി നല്ല ക്ലിയറാണ്. വെള്ളമൊക്കെ ഒഴുകി പോകുന്നു. ഷൂ ഒക്കെ തീട്ടമായി. ആൻഡ് ഇറ്റ്സ് ഗോയിങ്. ഇതേ നമ്മൾ നടന്നു പോയപ്പോഴൊക്കെ കണ്ട ഒരു റിവർ കണ്ട, അവിടെ ആ ഒരു ഗ്ലേഷ്യറിൻ്റെ അടിയിലാണ് ആ സംഭവം വരുന്നത്. അത് ആക്ച്വലി ഐസാണ്. പണ്ടപ്പോഴോ വീണ ഐസ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടാണ് ഈ നദി വരുന്നത്. അത് ആക്ച്വലി നദി ഇങ്ങനെ പോകുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ നദി റിവർ. ഈ വഴി ഇങ്ങനെ പോയി നമ്മൾ വന്ന വഴിയിൽ കൂടെ കണ്ട ഒരു റിവർ. അപ്പോൾ ആൾക്കാരൊക്കെ അതേ നടന്നു വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ക്യാമ്പ് സൈറ്റ് എത്താറായി. ഈ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ ക്യാമ്പ് സൈറ്റ് ആണ് എന്നാണ് എൻ്റെ പ്രതീക്ഷ. വെൽസി എത്തിയിട്ടില്ല ഗൈസ്. നടന്ന് ഏതോ ഒരു ചായക്കടയിൽ എത്തിയതേ ഉള്ളൂ കേട്ടോ. അതേ ഒരു ചായക്കടയുണ്ട് ഇവിടെ. വന്നിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കിരിക്കുന്നുണ്ട്. കണ്ട. ആൻഡ് ഇതുവഴി എങ്ങനെ നടന്നു പോകണം. കണ്ട, അതുകൊണ്ട് നടന്ന് കയറുമ്പോഴത്തേക്ക് ക്യാമ്പ് സൈറ്റ് എത്തുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ഹൗ ദ ലുക്ക്. അങ്ങനെ നീണ്ട 7-8 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഇതേ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതേ ദൂരെ ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങളൊക്കെ കാണാം. കാശ്മീരിൽ ഫുള്ള് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ചെമ്മരിയാടുകളൊക്കെ കാണാൻ പറ്റും. ഈ വഴി കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ നമ്മുടെ ക്യാമ്പ് സൈറ്റ്. ഒരുപാട് ആൾക്കാർ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു വ്യൂ കണ്ടോ, അത് എങ്ങനെയാണ്. അങ്ങനെ ക്യാമ്പ് സൈറ്റിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രക്കിംഗ് കമ്പനിയുടെ സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് എവിടെയാണെന്ന് നോക്കണം. ഒന്ന് സെറ്റിലാവണം.
അവിടെ കണ്ടല്ലോ ഉപ്പാട് തന്ന് ഏതാണോ എന്തോരുണ്ട് നോക്കട്ടെ. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ക്യാമ്പ് സൈറ്റിലെത്തി. ക്യാമ്പ് സൈറ്റിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടോ. അപ്പോൾ ഞാനുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ശ്രീനഗറിൽ നിന്ന് നമ്മൾ സോൻമാർഗ് എത്തി. സോൻമാർഗിൽ നിന്ന് നമ്മൾ ഇപ്പം സിത്കാൽ എന്ന് പറയുന്ന അവിടെ നിന്ന് നടന്നിട്ട് നമ്മൾ നമ്മുടെ ആദ്യത്തെ ക്യാമ്പ് സൈറ്റിലെത്തി. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ആണ്. നൈറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കിടക്കും. നാളെ നമ്മൾ പോകാൻ പോകുന്നത് അടുത്ത ഈ ഒരു കാശ്മീർ ഗ്രേറ്റ് ലേക്ക് ട്രക്കിലെ 2 അടുത്ത ലേക്കുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.